ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് BD140 എന്ന് പറയുന്ന ഒരു PNP ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള ഒരു എമർജൻസി ലൈറ്റാണ്. ഇതിൻ്റെ ഫുൾ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. വളരെ കുറച്ച് കോമ്പോണൻറ്റ്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. BD140 എന്ന് പറഞ്ഞ PNP ട്രാൻസിസ്റ്റർ, പിന്നെ 2 ഡയോഡും ഒരു റെസിസ്റ്ററും പിന്നെ ഒരു സ്വിച്ചും ഒരു ലിഥിയം അയോൺ ബാറ്ററിയും മാത്രമേ ഉള്ളൂ. പിന്നെ 1 വാട്ടിൻ്റെ ഒരു LED ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടെ പവർ കൂടിയ 3 വാട്ടിൻ്റെ വല്ല LED യൂസ് ചെയ്യാം. പക്ഷേ വോൾട്ടേജ് 3.7 വോൾട്ട് ടു 4.2 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഒരു LED ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇതൊരു എമർജൻസി പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് കറണ്ട് പോകുമ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്യാനും പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് എടുക്കാനും വേണ്ടിയിട്ടുള്ള ആ ടൈമിലുള്ള ആ ഒരു കുറച്ച് സമയത്തേക്കുള്ള ലൈറ്റ് ഉണ്ടല്ലോ, ഒരു അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഇത്. ഇത് കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കത്തിക്കോളും, കറണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അണഞ്ഞോളും. മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ 5 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ആണ്. അതായത് നിങ്ങളുടെ മൊബൈൽ ചാർജർ ഉണ്ടല്ലോ, പഴയ മൊബൈലിൻ്റെ വല്ല ചാർജർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള മൊബൈലിൻ്റെ ചാർജർ അതിനകത്ത് പിടിച്ചങ്ങ് കൊടുത്തിരുന്നാൽ മാത്രം മതി. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾക്ക് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു പവർ സപ്ലൈയോ ഒന്നും വേണ്ട. ഞാൻ ഈ സർക്യൂട്ടിൽ ലിഥിയം അയോൺ ബാറ്ററിയെ ചാർജ് ചെയ്യാൻ വേണ്ടി TP4056 എന്നാണ് പറയുന്ന ചാർജിങ് മൊഡ്യൂൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഡയറക്റ്റായിട്ട് പിടിച്ച് കൊടുത്തേക്കാണ്. ഇതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എന്തിനാണ് ഉണ്ടാക്കാനുള്ള ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ കുളിച്ചുകൊണ്ട് വന്നപ്പം കറണ്ട് അങ്ങ് പോയി. രാത്രി കറണ്ട് പോയപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ബാത്റൂമിനകത്ത് നമ്മൾ എമർജൻസി ലൈറ്റൊന്നും വെക്കാറില്ല. കറണ്ട് പോയപ്പോൾ എന്ത് ചെയ്തു, കുറ്റാക്കൂരിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഡോറ് തുറന്നാലും എല്ലാം ഇരുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ അതേപോലത്തെ ആവശ്യത്തിന് വേണ്ടി എനിക്കൊരു ലൈറ്റ് അത്യാവശ്യമായിട്ട് വന്നു. പിന്നെ കിച്ചണിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണിത്. അതുകൊണ്ട് ലിഥിയം അയോണിൻ്റെ ചാർജിങ് മൊഡ്യൂളൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. ചാർജിങ് മൊഡ്യൂളിന് 25 രൂപ വിലയുണ്ട്. അതിന് പകരം ഞാൻ 2 ഡയോഡ് ഇത് ചെയ്യണം. കാരണം നമ്മൾ ഫുൾ ടൈം ചാർജ് ചെയ്തിടുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ച് ബാത്റൂമിനകത്താണ്. അപ്പോൾ ബാത്റൂമിനകത്ത് നമ്മൾ കുളിക്കുമ്പോൾ മാത്രം നമ്മൾ ലൈറ്റ് ഇടും, ആ സമയത്ത് ചാർജ് ആയിക്കോളും. അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റാണ് ഞാൻ നോക്കിയത്. അപ്പം കുറച്ച് സമയം, ഒരു അരമണിക്കൂർ അത്ര ചാർജ് ആയിട്ട് അതങ്ങ് നമ്മൾ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്, അടുത്ത തവണ കുളിക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് അരമണിക്കൂറിൽ ഇത് ചാർജ് ആയിക്കണം. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയാൽ ഇവൻ എന്ത് ചെയ്യും, കത്തിക്കോളും. അതിനുശേഷം അടുത്ത തവണ കറണ്ട് വരുമ്പോൾ ഇവൻ പിന്നെയും ചാർജിങ് മോഡിലോട്ട്. അപ്പം ഫുൾ ടൈം ഒന്നും നമ്മൾ ചാർജ് ചെയ്തിട്ട് ലിഥിയം അയോൺ ബാറ്ററി പോവില്ല. അതുകൊണ്ട് തന്നെ ഇത് സർക്യൂട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ബാറ്ററി ഒന്നും അധികം പെട്ടെന്നൊന്നും പോവില്ല. കാരണം കുറച്ച് സമയമല്ലേ നമ്മളിത് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ആകെ ഒരു പ്രോബ്ലം എനിക്കിതിനകത്ത് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരു ഡീപ്പ് ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. കത്തിക്കിടന്നാൽ ഫുള്ളായിട്ട് അങ്ങ് ബാറ്ററി ഡിസ്ചാർജ് ആവും. അപ്പോൾ ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അതൊരു പ്രശ്നമല്ല. കാരണം വെച്ചാൽ നമ്മൾ അതിനകത്ത് ഇരിക്കുമ്പോൾ മാത്രമേ ലൈറ്റ് ഓൺ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുമ്പോൾ ആ സ്വിച്ച് വെച്ച് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്ത്, ഇനി ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യുമ്പോൾ നോക്കിയോ, LED കത്തിയത് കണ്ട. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഞാനിനിയിപ്പോൾ ഇൻപുട്ട് പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഈ LED കാണാം. അപ്പം ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുമ്പോൾ അത് ഫുൾ ഓൺ ആയിരിക്കും. അത് നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് കൊടുക്കാനും പറ്റില്ല, ഒരു സ്വിച്ച് വഴി വേണം കൊടുക്കാൻ. അതായത് നമുക്ക് ബാറ്ററി ആവശ്യമില്ലാത്തപ്പം ഈ സ്വിച്ച് ഓഫ് ചെയ്തിടണമല്ലോ ബാറ്ററിയുടെ, ഇല്ലെങ്കിൽ പവർ ഓഫ് ചെയ്യുമ്പം ഈ ലൈറ്റ് കത്തിക്കിടന്ന് ഫുള്ളി ഡിസ്ചാർജ് ആയി പോകും. അപ്പം അതിന് വേണ്ടി നമ്മളൊരു കുഞ്ഞു സ്വിച്ചും കൂടെ ഫിക്സ് ചെയ്യാം. പിന്നെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ ഈ 1 വാട്ട് LED തന്നെ ധാരാളമാണ് കേട്ടോ. ചെറിയൊരു മിന്നാമിനിങ്ങിൻ്റെ, കാരണം കുറ്റാക്കുരുട്ടത്ത് ചെറിയൊരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം തന്നെ നല്ല വെട്ടമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ 1 വാട്ട് എന്ന് വെച്ചാൽ ഭയങ്കര നല്ലൊരു വെട്ടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം 1 വാട്ട് LED നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു LED കത്തിച്ച് വെച്ചാൽ തന്നെ, സാധാരണ കുഞ്ഞ് LED ഉണ്ടല്ലോ നമ്മുടെ 5 mm, ആ LED കത്തിച്ച് വെച്ചാൽ തന്നെ നമുക്കറിയാം എന്തുമാത്രം വെട്ടം ഉണ്ടെന്ന്. അപ്പം ഈ 1 വാട്ടിൻ്റെ വൈറ്റ് LED എന്ന് പറയുമ്പം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നുള്ള നല്ല വെട്ടമാണ്. നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റിന് വേണ്ടി ഇത് മതിയാവും.
അസംബ്ലിങ് കഴിഞ്ഞാൽ ഇനി ആ സർക്യൂട്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് ആ സർക്യൂട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മൾ USB ഇതുണ്ടല്ലോ, യു എസ് ബി നിന്ന് കിട്ടുന്ന പോസിറ്റീവിനെ എടുത്ത് 2 ഡയോഡ് വഴിയാണ് എടുത്ത് കണക്ട് ചെയ്തേക്കുന്നത്. നേരെ BD140 എമിറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതേ പോസിറ്റീവ് തന്നെ എടുത്ത് BD140 ബേസിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റായിട്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ ഒരു PNP ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ ഒരു നെഗറ്റീവ് സപ്ലൈ വന്നാൽ മാത്രമേ അത് ഓൺ ആവുള്ളൂ. പോസിറ്റീവ് സപ്ലൈ വന്നാൽ അത് ഓഫ് ആയിരിക്കും. അതായത് ബേസ് ടു എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആവില്ല. അപ്പോൾ അങ്ങനെ അതിനെ റിവേഴ്സ് ബയാസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് എന്ത് വെച്ചാൽ നമ്മളിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചാർജിങ് മോഡിലായിരിക്കും. അപ്പം 5 വോൾട്ടിൽ നിന്നും 2 ഡയോഡ് ആയിട്ടേക്കണം. 2 ഡയോഡ് എന്ന് പറയുമ്പോൾ 0.7 വോൾട്ടിൻ്റെ ഡ്രോപ്പ് വരും. അപ്പോൾ 2.7 വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് എന്ന് പറയുമ്പം 1.4 വോൾട്ടേജിൻ്റെ ഒരു ഡ്രോപ്പ് അവിടെ വരും. അപ്പം ബാക്കി വരുന്ന 3.6 വോൾട്ടേജിലായിരിക്കും ഈ ഇവൻ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് പോകുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു സപ്ലൈ ഉണ്ടല്ലോ ഡയറക്റ്റായിട്ട് ബേസിലോട്ടുള്ള ആ സപ്ലൈയും കട്ടാവും. അപ്പം ഈ 3.3K വഴി ഇലക്ട്രോൺ ഫ്ലോ ചെയ്ത് ബേസ് വഴി നേരെ എമിറ്റർ വഴി അങ്ങ് ഫോർവേഡ് ബയസ് ആവും. അങ്ങനെ ബേസ് ടു എമിറ്റർ ഫോർവേഡ് ബയസ് ആകുമ്പോൾ LED കത്തും. ഇതാണ് സർക്യൂട്ടിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. വളരെ സിമ്പിളാണ്. പിന്നെ ആ 10 ഓം റെസിസ്റ്റർ LEDക്ക് സീരിയലായിട്ട് ഇട്ടേക്കണമെന്ന് തരുന്നത് അതൊരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്, LEDയുടെ പ്രൊട്ടക്ഷന് വേണ്ടി. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സർക്യൂട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാനിവിടെ പവർ സപ്ലൈ ഇൻപുട്ടിന് വേണ്ടി കൊടുത്തേക്കുന്നത് ഈ ഒരു മൊബൈലിൻ്റെ പഴയ ഒരു ചാർജറാണ്. പഴയ മൊബൈലിൻ്റെ ചാർജറാണ്. അതിനകത്ത് ഞാൻ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുമ്പോൾ LED കത്തണ കാണാമല്ലോ. ഇപ്പോൾ LED കത്തി കിടക്കുകയാണ്. ഞാൻ ഈ പവർ സപ്ലൈ കൊടുക്കുകയാണ്. ഈ USB കൊടുത്തിട്ട് പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ നോക്കിക്കോ LED അണഞ്ഞ്. പക്ഷേ ഞാൻ കാരണം ഇപ്പം ബാറ്ററി ചാർജിങ് മോഡിലാണ്. ഇനിയിപ്പം ഞാൻ ഓഫ് ചെയ്യുമ്പോൾ ഒരു ഡിലേ കഴിഞ്ഞിട്ടാണ് കത്തണം. അതെന്തുകൊണ്ടാണ് ഈ ഡിലേ വരണമെന്ന് മനസ്സിലായ ഈ ചാർജിങ് മോഡ്യൂളിൻ്റെ അകത്ത് ഔട്ട്പുട്ടിനകത്ത് ഒരു കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്, ഫിൽറ്ററിങ് കപ്പാസിറ്റർ. ആ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് അവിടെ ഒരു ഡിലേ വരുന്നത്. അഥവാ ഈ കപ്പാസിറ്ററിൻ്റെ വളരെ വാല്യൂ കുറവാണെങ്കിൽ ഒരു 1000 mFD ആണെങ്കിൽ ഡിലേ വരും. ഇനി ഒരു 220 mFD ഒക്കെ ആണെങ്കിൽ ഡിലേ കുറയും. അപ്പം കുറഞ്ഞ ഒരു ചാർജറാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഡിലേ ഭയങ്കര കുറവായിരിക്കും. കാരണം കുറഞ്ഞ ചാർജറിലെല്ലാം വളരെ കുറച്ച് 100 mFD കപ്പാസിറ്ററൊക്കെ അവർ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ നല്ല കൂടിയ ചാർജറിലെല്ലാം നല്ല 1000 mFD, ചിലതിലൊക്കെ ഞാൻ 2200 mFD ഒക്കെ കണ്ടിട്ടുണ്ട് കപ്പാസിറ്റർ ഔട്ട്പുട്ട്. അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്താൽ ഡിലേ ഭയങ്കര കൂടുതലായിരിക്കും. ഞാനിപ്പോൾ സ്റ്റുഡിയോയുടെ ലൈറ്റൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. ഇരുട്ടത്താണ്, നല്ല ഇരുട്ടല്ല, ചെറിയൊരു വെട്ടം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ LEDയുടെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ള ആ ലൈറ്റിൻ്റെ. അപ്പം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ കുട്ടിയാക്കും ഇരുട്ടത്ത് എത്രമാത്രം വെളിച്ചമാണ് ഇവൻ തരുന്നതെന്ന്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണിത്. വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കകത്ത് അടച്ചു പൂട്ടി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സർക്യൂട്ടാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതി ചോദിക്കാൻ മടിക്കല്ലേ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സർക്യൂട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇൻ കേസ് നിങ്ങൾ ഡിസ്ലൈക്കാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് റീസൺ എന്നും കൂടെ ഒന്ന് പറയണേ. എന്നാലല്ലേ എനിക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.